വെളുക്കോളം മുറിയിൽ ലൈറ്റ് കണ്ടല്ലോ, എന്തായിരുന്നു? കുറച്ച് പനി തീരാനുണ്ടായിരുന്നു. തന്റെ ഇടം ഉണ്ടാകാൻ വേണ്ടി നിർമ്മൽ വാങ്ങിച്ചു തന്ന മരുന്ന് കഴിച്ചോ? ഓ, അത് കഴിച്ചിട്ട് വയറിളക്കം വിട്ടുമാറുന്നേ ഇല്ല. ഞാനിപ്പോ അത് തോന്നുന്നില്ല. എന്താ ചെവിയില്? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെന്താ മറച്ചു പിടിച്ചിരിക്കുന്നേ? ഹായ്, സ്റ്റൈലായിട്ടുണ്ട്. ഇനി ഉണ്ണി ഈ ഹെയർ സ്റ്റൈലും കൂടെ ആരെങ്കിലും ഇങ്ങനെ മുടി ചെയ്യുവോ? ചെറുപ്പം മുതലേ ഇതിങ്ങനെ ആയിപ്പോയി. ഇനി ഇത് മാറുമോ? നീ വിഷമിക്കേട്ടാ, നിന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ ഇപ്പൊ വേണ്ട, ഈ മുടിയൊക്കെ ശരിക്കൊന്ന് വളർന്നോട്ടെ, എങ്കിലും നല്ല സ്റ്റൈല് വെട്ടാൻ പറ്റൂ. മുടി വളർന്നിട്ട് നീ നേരെ ഡീലക്സ് ഹെയർ ഡ്രസ്സിംഗ് സലൂണിൽ പോവാ. അവിടെ അപ്പുകുട്ടിയോട് ഞാൻ പറഞ്ഞേക്കാം. എന്താ അതുപോലെ? അത് മതി. ഈ മുടിയൊന്ന് വേഗം വളർന്നു. അതിനും വഴിയുണ്ട്. നീലി പ്രകാശം തേച്ചാ മതി. എന്താ സാർ, മതിയോ? മതി, ധാരാളമായി. അടേങ്കപ്പ, കാലക്കി. ഇപ്പഴാണ് ശരിക്കും ഒരു ഉണ്ണികൃഷ്ണനായത്. ഇപ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ഗുരുരസായനത്തിന്റെ എഫക്ട്? ഓ, എഫക്റ്റിന്റെ കാര്യമൊന്നും പറയണ്ട, എനിക്കറിയാം. ഞാൻ എടാ, എനിക്കൊരു സംശയം. നിന്റെ ഈ മീശ വെക്കലും ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് വല്ല പെമ്പിളേരും പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ? അപ്പൊ എന്റെ സംശയം ശരിയായല്ലോ. ആരാ ആരാ? അവിടുത്തെ മൂത്ത കുട്ടി പറഞ്ഞിട്ടാ. മായ ചേച്ചിയോ? ആ, വന്നല്ലോ. കൺഗ്രാറ്റുലേഷൻ. എന്താ ഇവൻ ഇങ്ങനെ മാറ്റിയെടുത്തതിന്. എന്താ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? അതൊക്കെയുണ്ട്. അവൻ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി, മീശയുടെ ഷേപ്പും മാറ്റി. എന്താ സ്റ്റൈല്! ഇങ്ങോട്ട് തിരിഞ്ഞേ. അമ്പോ, തകർത്തു. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? സിന്ധു, നീ ഇത്തിരി കൂടുന്നുണ്ട്. മാപ്പ് സാർ. മായ ചേച്ചിയാ ഇവന്റെ രൂപ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഇവൻ പറയുന്ന. ദേ, ക്രെഡിറ്റ് മായ ചേച്ചിക്ക് മാത്രമുള്ളതല്ല, എനിക്കും തരണം. എന്റെ ഗുലുകുല ഇവൻ അതിലുള്ള തന്റെ ഇടം കൊടുത്തത്. അതെ അതെ, അത് കഴിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ണിക്ക് മാറിയിട്ടില്ല അല്ലേ ഉണ്ണി? പിന്നെ എനിക്കെന്ന് എത്ര പ്രാവശ്യം വയറ്റിന്ന് പോയത്? ശരി, അത് പോട്ടെ. ഇനി നിന്റെ ഈ വസ്ത്രാലങ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ദേ, എന്റെ കൂടെ വന്നാലുണ്ടല്ലോ, നല്ല ഉഗ്രൻ ഡ്രസ് സെലക്ട് ചെയ്ത് തരാം. നിർമ്മൽ, നിനക്ക് എന്നെ കുടത്തിൽ മുളയ്ക്കണമെന്നുണ്ടോ? പപ്പ, ഞാൻ നിന്നെ നമ്മൾ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ പറഞ്ഞേച്ചതല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ നമ്മളെ കമ്പി എണ്ണിക്കും. ഇന്നലെ രാവിലെ ദേ കയറി വന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഒരു പട തന്നെ. രാത്രി 12 മണിക്കാണ് എന്നെ ദമയന്തി കാണിച്ചത്. മിനിഞ്ഞാന്ന് സെയിൽസ് ടാക്സ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്. നമ്മൾ തന്നെ ഒരു ടാക്സ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമൽ ദേവ, മേനോൻ സാർ വീട്ടിലുണ്ടോ? അങ്ങേരെ കൊണ്ട് കമ്മീഷണർക്ക് റെക്കമെൻഡേഷൻ ചെയ്യിക്കണം. അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണല്ലോ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. നമ്മൾക്കും സ്റ്റേഷനിൽ പോകാം. വരൂ നിർമ്മൽ. ഞാൻ വരണോ പപ്പ? ഞാൻ അഡ്വക്കേറ്റ് എടുത്ത് പോവാം. വേണ്ട, നിനക്ക് ഓഫീസറെ പേടിയാണെന്ന് നമ്മൾക്ക്. നിന്റെ കാറിൽ എന്റെ പറയൂ, നിന്നെയും പിടിച്ചിട്ടെ. നീയും ഉള്ളണം കുടത്തിൽ. വാറു വാറു. അറിവൂ, നീ ആത്മ അറിയല്ലോ. നല്ലത്. മീസ മാറ്റിയതും നല്ലത്, മുടി വെട്ടിയതും നല്ലത്. പറവറു. ഞാൻ എന്റെ കാറിൽ വേണ്ട, നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ. നീ നമ്മളുടെ കാറിൽ വന്നാ മതി, അല്ലെങ്കിൽ നീ മുങ്ങും. നിന്നെ അറിയാം നമ്മൾക്ക്. ഏ ലീല, വടക്കേടത്ത് വീട്, തട്ടാരുകോണം, തൃത്താല. ശരിയല്ലേ? ആ, ശരിയാ. ഉണ്ണി എന്താ അച്ഛനോട് വഴക്കിട്ട് പോരാൻ കാരണം? അത് പിന്നെ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. ഏയ്, അങ്ങനെയൊന്നുമല്ല. അച്ഛൻ എന്നെ എപ്പോഴും തല്ലും. ഉത്സവമൊന്നും കൃഷ്ണൻകുട്ടിന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. കൃഷ്ണൻകുട്ടി ആരാ? അനിയനാ? ഏയ്, അനിയനല്ല, അമ്പലത്തിലെ ആനയാ. അച്ഛനൊന്നും ഇഷ്ടമാവില്ല. അച്ഛൻ എപ്പോഴും പണം ഉണ്ടാക്കണം എന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ. ഇനി ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇനി ഈ ഫോമും പണവും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഉണ്ണിയുടെ ലീലേച്ചിക്ക് കിട്ടിക്കോളും. നിന്നെ നല്ല ഇഷ്ടമായി. നീ നമ്മളുടെ സണ്ണിനെ പോലെയാണ്. നിനക്ക് എന്തു വേണമെങ്കിലും മടിയില്ലാതെ ചോദിക്കണം. നീ നല്ല പയ്യനല്ലേ ദമയന്തി? നല്ല പയ്യൻ.
അവന്മാരെല്ലാം അവരെ നാം പിരിച്ചുവിട്ടു. അവർ ചോദിച്ച കാശും കൊടുത്തു. ശല്യം മാറിക്കിട്ടി. ഇപ്പൊ യൂണിയനുമില്ല, വരിസംഖ്യയുമില്ല. സന്തോഷമായി. അല്ല, ഇതാറാണ് മേനോൻ സാറിന്റെ മക്കളോ? വറുവറ് ഇറുക്കൂ. എന്താണ് വിശേഷം? നാളെ എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാണോ? നല്ലത് നല്ലത്. സാറേ, നിനക്ക് ഞാൻ ബർത്ത്ഡേ പ്രസന്റേഷൻ എന്താണ് പറയേണ്ടത്? പ്രസന്റേഷൻ ഒന്നും വേണ്ട, അങ്കിളും ആയി വന്നാ മതി. പറഞ്ഞാൽ പറ്റൂല. നിനക്ക് എന്ത് വേണ്ടത് അത് പറയൂ. അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു 10ഓ 15ഓ പവനുമായിട്ട് അങ്ങോട്ട് പോര്. ഇപ്പൊ ചോദിച്ചത് അപകടമായല്ലോ. അറിയുന്നത് ഇവർക്ക് കാപ്പി കൊടുക്കണമല്ലേ? അങ്കിള് വിഷയമൊന്നും മാറ്റണ്ട, ഞങ്ങൾക്ക് കാപ്പിയും വേണ്ട. അന്താണ് വെറുതെ കിടന്ന സിംഗത്തിന്റെ വായിൽ പല്ല് വെച്ചു കൊടുത്ത് കടി വാങ്ങിയതുപോലായി. അല്ലല്ലെന്നാ ഹൈ ഹാന്ത്. വരൂ ചേച്ചി, പോകാം. വീട്ടിലാരുമില്ല. എന്താ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? അല്ല, ഇവൻ നമ്മൾ കാണാൻ വന്നതാണ്. നിങ്ങൾ വീട്ടിലേക്കാണെങ്കിൽ ഇവനെ കൂടി കൊണ്ടുപോകൂ. ഞാൻ നടന്നു പോയിക്കോളാം. വന്നോളൂ. ചെല്ലു. നിന്റെ സ്വന്തം അപ്പന്റെ മുതൽ പോലെ പോകാം. ചെല്ലു വരൂ. ചെല്ലു. എന്ത് വിടിയില്ല. പതുക്കാം. എവിടെയെങ്കിലും ചെന്ന് മുട്ടിയാൽ തരി പോലും കിട്ടത്തില്ല. കാറിൽ ഇരുന്നോണ്ട് എങ്ങനത്തെ വർത്താനം പറയുന്നത്? ഇതിനേക്കാൾ പതുക്കെ എങ്ങനെയാ പോകുന്നത്? ഉണ്ണിക്കെന്താ പേടിയാണോ? എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. ഓടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയ. ഉണ്ണി, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഉണ്ണി വരണം. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ ബർത്ത്ഡേ എന്ന് വെച്ചാ? ബർത്ത്ഡേ എന്ന് വെച്ചാൽ ജന്മദിനം, ജനിച്ച ദിവസം. എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ഒന്നുമില്ല. നീ ജനിച്ച ദിവസം നിനക്കറിയാമോ? എനിക്കറിയില്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ പറയുമായിരുന്നു. അമ്മ എവിടെ പോയി? എനിക്ക് അമ്മയില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ അമ്മ മരിച്ചു. അല്ല, എന്താ ബർത്ത്ഡേ കുറിച്ച് ചോദിക്കാൻ? മാറ്റിച്ചിട്ട് ബർത്ത്ഡേ കാര്യമാണോ? എന്നിട്ട് നീ പോകുന്നില്ലേ? ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് പോകുമ്പോ വെറും കൈയും വീശൊന്നും പോയാ പോരാ, എന്തെങ്കിലും സമ്മാനം കൊണ്ടേ പോവാവൂ. അതിനിപ്പോ എന്ത് സമ്മാനം കൊണ്ടുപോകും? നിനക്കുള്ള എന്തെങ്കിലും സമ്മാനം കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ചേച്ചിയുടെ അടുത്ത് സമ്മാനം കൊടുക്ക, പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുക. ഒടുവിൽ അവിടുന്ന് കിട്ടുന്ന ശാപ്പാടുമായിട്ട് സുഖമായി പോരാ. അത്രേ ഉള്ളൂ. വേണ്ട കണ്ണാ. ഭണ്ഡാരം ഇന്നെങ്കിലും കുറച്ച് മധുരം തിന്നാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. അതിനല്ലേ കണ്ണാ നാക്കൂടെ വന്നത്. മമ്മ ബപ്പ എന്നോരം തിന്നോട്ടെ. നിനക്ക് പപ്പയെ മധുരം തിട്ടിച്ച് കൊന്നിട്ട് ദൂർത്തടിച്ച് നടക്കാനാണോ? നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ തിന്നുന്നില്ല. ഭണ്ഡാരം കൊണ്ടുപോകൂ. എന്താണ് മായേ, അപ്പൊ നമ്മളുടെ ആശീർവാദം ഒന്നും വേണ്ടേ? നമ്മൾ ആശീർവദിച്ചാൽ ഉടനെ കല്യാണം നടക്കും. നമ്മൾ കുറച്ച് സ്വർണവും ചെലവാവും. മായ പറൂ. അപ്പോ എല്ലാവരോടുമായി ആശീർവദിക്കട്ടെ. ഉണ്ണി ഇവിടെ വന്നിരിക്കുക. വരൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. പുറത്തു നിൽക്കാനല്ല ഞാൻ ഉണ്ണിയെ ക്ഷണിച്ചത്. ഉണ്ണി പാൻറ്റൊക്കെ ഇട്ട് കലക്കിയാണല്ലോ വന്നിരിക്കുന്നത്. ഉണ്ണിക്ക് നല്ല ചേർച്ചയുണ്ട്. എനിക്കിതിട്ടിട്ട് ഒരു ചേർച്ചയില്ല. ഒരുമാതിരി പാടത്ത് വെച്ചിരിക്കുന്ന നോക്കൂത്തി പോലുണ്ട്. ഇപ്പോഴാ ഉണ്ണി ഉണ്ണിയായത്. എനിക്ക് വളരെ ഇഷ്ടമായി. ശരിക്കും ഇഷ്ടമായി? വളരെ വളരെ. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഇത്.